ശരിയാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്നത് അം, വെറുതെ വാക്കുകളായി പറഞ്ഞാൽ മതി, അതങ്ങോട്ടൊരു വീഡിയോ ആയി മാറിയാലോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നൂറുകണക്കിന് ജോലിക്ക് അപേക്ഷിക്കാൻ, ഒരു യാത്ര മൊത്തം പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അസിസ്റ്റന്റ് കിട്ടിയാലോ. ഇന്ന് നമ്മൾ അങ്ങനത്തെ ചില പുതിയ AI ടൂളുകളെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ വാക്കുകൾക്ക് എന്താ പറയുക, ഒരു ദൃശ്യരൂപം കൊടുക്കാനും പിന്നെ ഈ ഓൺലൈൻ ലോകത്തെ കുറേ ജോലികൾ എളുപ്പമാക്കാനും സഹായിക്കുന്ന ഒരു കിടിലൻ ടെക്നോളജികളെക്കുറിച്ച് അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയുടെ കാര്യം നോക്കാം. ഈ ബിങ് വീഡിയോ ക്രിയേറ്ററിനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. വാക്കുകൾ കൊടുത്താൽ വീഡിയോ റെഡി, അതും ബിങ് മൊബൈൽ ആപ്പിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെ. പിസ്സയുണ്ടാക്കുന്ന ഒരു നീർനായ എന്നൊക്കെ കൊടുത്താൽ അതിൻ്റെ വീഡിയോ കിട്ടുമെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ അത്? ശരിയാണ്. ഇത് വീഡിയോ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നതൊരു 5 സെക്കൻഡ് നീളമുള്ള വീഡിയോസാണ്, 19:16 റേഷ്യോയിൽ. ഇതിന് പിന്നിൽ ഉപയോഗിക്കുന്നത് സോറ എന്നൊരു ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ഒരു കണ്ടിന്യൂറ്റിയൊക്കെയുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. AI വീഡിയോ രംഗത്ത് അതൊരു വലിയ സ്റ്റെപ്പാണ്. പിന്നെ പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. കൂടുതൽ വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ സാധാരണ സ്പീഡിൽ കാത്തിരിക്കണം. ഓഹോ, അപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ എന്തെങ്കിലും വാക്കുകൾ കൊടുത്താൽ മതിയോ? അങ്ങനെയല്ല. കുറച്ചുകൂടി എന്താ പറയുക, കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് നിർദ്ദേശങ്ങൾ, അതായത് പ്രോംസ് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. എന്ത് ചലനം വേണം, ആ സീൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നല്ലതാണ്. ഈ രംഗത്ത് വേറെയും ടൂൾസ് വരുന്നുണ്ട് കേട്ടോ. മാനുസ് AI എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചുകൂടി ഒരു കഥ പോലെ സ്ട്രക്ചേർഡ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ സഹായിക്കും. അവരൊരു ചൈനീസ് പുരാണ കഥാപാത്രങ്ങളെ വെച്ചിട്ടൊരു വീഡിയോയും വെബ്സൈറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഉദാഹരണമാണ്. കൊള്ളാം. ഈ ക്രിയേറ്റീവ് കാര്യങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്പെടുമല്ലോ. പക്ഷേ ഇതിന്റെ ദുരുപയോഗം, അതിനൊരു സാധ്യതയില്ലേ? തീർച്ചയായും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ ഒരു റെസ്പോൺസിബിൾ യൂസേജ് ഉറപ്പാക്കാൻ ചില കൺട്രോൾസ് വെക്കുന്നുണ്ട്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് AI ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി C2PS സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ചില അടയാളപ്പെടുത്തലുകൾ അതും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് എവിടെയുണ്ടാക്കി, എങ്ങനെയുണ്ടായി എന്നതിനൊക്കെ ഒരു ഡിജിറ്റൽ തെളിവ് കിട്ടും. അത് നന്നായി. ഇനി അടുത്തതിലേക്ക് കടക്കാം. റണ്ണർ എച്ച്. ഇതൊരു സാധാരണ ചാറ്റ്ബോട്ടല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓൺലൈനിൽ പോയി ചെയ്യുന്ന ഒരു AI ഏജന്റ് ആണെന്ന് കേട്ടല്ലോ. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും ലോഗിൻ ചെയ്യാനും ഒക്കെ ഇതിന് പറ്റുമത്രേ. ശരിയാണോ? അതെ, അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇതിന് പിന്നിൽ HoloOne എന്നൊരു ഓപ്പൺ സോഴ്സ് വിഷ്വൽ ലാംഗ്വേജ് മോഡൽ VLM ആണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ വെബ് പേജിലെ ചിത്രങ്ങളും എഴുത്തും ബട്ടണും ഫോമും എല്ലാം അടങ്ങിയ ആ ഒരു ലേ ഔട്ട്, അത് മൊത്തത്തിൽ കാണാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇതിന് കഴിയും. വെറുതെ ഇൻഫർമേഷൻ തരികയല്ല, സ്ക്രീനിൽ കാണുന്നതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ Gmail, Slack, Notion അങ്ങനെയുള്ള പല ടൂൾസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഈ പഴയ ഓട്ടോമേഷൻ ടൂളുകൾ അല്ലെങ്കിൽ വെബ് സ്ക്രാപ്പിംഗ് ടൂളുകൾ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. സാധാരണ ഓട്ടോമേഷൻ ടൂളുകൾക്ക് നമ്മൾ മുൻകൂട്ടി ചില നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം. വെബ്സൈറ്റിന്റെ ഡിസൈൻ മാറിയാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. പക്ഷേ റണ്ണറച്ച് അങ്ങനെയല്ല. അത് വെബ് പേജിനെ നമ്മളൊരു മനുഷ്യൻ കാണുന്നത് പോലെ കണ്ടിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്, കാര്യക്ഷമതയും കൂടും. ഉദാഹരണത്തിന് ഒരു 100 ജോലികൾക്ക് അപേക്ഷിക്കാൻ പറയാം, അല്ലെങ്കിൽ ലണ്ടനിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യാൻ പറയാം, ഫ്ലൈറ്റും ഹോട്ടലും ബുക്ക് ചെയ്യുന്നതടക്കം. അപ്പോൾ ഇതൊരു വെറും സഹായി എന്നതിനേക്കാൾ ഒരു ഓപ്പറേറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് സർഫർ എച്ച് എന്നൊരു ഏജന്റ് കൂടിയുണ്ട്. അത് വെബിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഓഹോ, കൊള്ളാം. ഇതിപ്പോ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ? അതെ, ഇപ്പോൾ ബീറ്റ സ്റ്റേജിലാണ്. അപ്പോൾ ഫ്രീ ആണ്. പക്ഷേ ഈ അവസരം അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള സ്റ്റാർട്ടപ്പ് എച്ച് കമ്പനി അവർക്ക് നല്ല ഫണ്ടിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊരു പെയ്ഡ് സർവീസ് ആവാനാണ് സാധ്യത. നമ്മുടെ Gmail പോലുള്ള അക്കൗണ്ടുകൾ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വാർണിംഗ്സ് ഒക്കെ കാണിക്കും. പക്ഷെ അതെങ്ങനെ മറികടക്കാമെന്നുള്ള വഴികളും അവർ പറയുന്നുണ്ട്.
അപ്പോ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ പുതിയ AI ടൂളുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒരു AIയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഭാവനയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനാണോ? അതോ ഓൺലൈനിലെ തലവേദന പിടിച്ച ഏതെങ്കിലും ഒരു ജോലി തീർക്കാനാണോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.